ഹലോ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഷോർട്സ് ഇടുന്ന സമയത്ത്, അതായത് ഒരു 1, 2, 3 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഷോർട്സ് കയറാതിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പലരുടെയും ഷോർട്സ് അങ്ങനെയായിരിക്കും. എനിക്ക് വരുന്ന ഈ ചാനൽ ചെക്കിങ്ങിലൊക്കെ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. നിങ്ങൾ 3-4 ദിവസം കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ഷോർട്സ് ഇളകില്ല. അത് ഒരു 5K കിട്ടിയാലും ഇനി 100K കിട്ടിയാലും അത് അവിടെ തന്നെ കിടക്കും. അല്ലെങ്കിൽ 500-600 വെച്ച പലരുടെയും 500-ന്റെയും 600-ന്റെയും ഇടയിലായിട്ട് ഇങ്ങനെ സ്റ്റെക്കായി കിടക്കും. അതിന്റെ കാരണം എന്താണെന്ന് അറിയൂ? അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എന്റെ ഈ കൊച്ചു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. മാക്സിമം ഞാൻ മറുപടി നൽകാൻ ശ്രമിക്കാം. മാക്സിമം എന്നല്ല, 100% ഞാൻ എല്ലാവർക്കും മറുപടി നൽകാറുണ്ട്. ഇനി കുറച്ച് വലിയ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ എന്നോട് എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്നോട് ഡൗട്ട്സ് വിളിച്ച് ചോദിക്കാം. അതുമല്ല, ഇനി വലിയ പെയ്ഡ് വർക്കുകളാണെങ്കിൽ ഞങ്ങൾ അതും ഇവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇതിൽ വാട്സപ്പിൽ സംശയങ്ങളൊക്കെ ചോദിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പെയ്ഡ് സർവീസ് അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പലരും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതിനും ക്യാഷ് വേണമെന്നൊക്കെ. നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം പിന്നീട് അവർ എത്ര ക്യാഷായി എന്നൊക്കെയാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അറിയുന്ന ഒരു വിഷയം ഭേദമില്ലാത്തൊരു ഉപകാരമാണ് ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവ് തന്നെയാണത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ എന്റെ എല്ലാ കണ്ടന്റിലും ഞാൻ ഫുൾ ടൈം എന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ വേണ്ടവർ സേവ് ചെയ്ത് വെച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു വാട്സപ്പ് കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. 250 പേർക്കാണ് അതിൽ നമ്മൾ ഫസ്റ്റ് അഡ്മിഷൻ കൊടുക്കുന്നത്. ഈ വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരിക്കലും വാച്ചിങ് അവർ നിങ്ങൾക്ക് കൂട്ടാനോ പരസ്പരം സബ് ചെയ്യാനോ ഉള്ളതല്ല. ആവശ്യമുള്ളവർക്ക് എന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെടാം. അടുത്ത മാസമാണ് അത് സ്റ്റാർട്ട് ആവുന്നത്. അതും തന്നെ നമ്മൾ ഒരിക്കലും ഇതൊരു പെയ്ഡ് സർവീസ് അല്ല, തികച്ചും ഫ്രീ ആണ്. ഒരിക്കൽ കൂടി അണ്ടർലൈൻ ഇട്ട് പറയുന്നു, ഇതൊരു പെയ്ഡ് സർവീസ് അല്ല, തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സർവീസ് ആണ്. ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം. 50 ദിവസത്തെ കോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ 50 ദിവസത്തെ ഗൈഡ് ലൈൻസ് എന്ന് പറയാം. അപ്പോൾ യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഒരുവിധം എല്ലാം അറിയുന്നവർ ജോയിൻ ചെയ്തത് കൊണ്ട് വലിയ ഉപകാരം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ പിച്ച വെച്ച് വരുന്ന യൂട്യൂബേഴ്സിന് വേണ്ടിയുള്ള, അതായത് തമ്പനയിൽ ഉണ്ടാക്കാൻ അറിയാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, ശരിയായ രീതിയിൽ യൂട്യൂബ് അപ്ലോഡ് ചെയ്യാൻ അറിയാത്ത, ശരിയായ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ അറിയാത്ത, പിന്നെ ഒരുപാട് 3-4 വർഷമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇനിയും മോണിറ്റൈസേഷൻ ആകാത്ത അത്തരക്കാർക്ക് വേണ്ടിയുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. അടുത്ത മാസമാണ് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ റൂൾസ് എന്ന് പറയുന്നത്, ലേഡീസിന് വേറെ ഗ്രൂപ്പും 125 ആളുകൾ അടങ്ങുന്ന വേറെ ഗ്രൂപ്പും ജെന്റ്സിന് വേറെ 125 ആളടങ്ങുന്ന മറ്റൊരു ഗ്രൂപ്പും ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് ഈ ഒരു 50 ദിവസം നമ്മുടെ അണ്ടറിലൂടെ നിങ്ങളുടെ ചാനൽ കടന്നു പോവുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 50 ദിവസം കൊണ്ട് എനിക്ക് പറയാൻ പറ്റും, ഇതിൽ 50% പേരെങ്കിലും മിനിമം മോണിറ്റൈസേഷൻ ആക്കും എന്നുള്ള ഒരു ചെറിയ ഒരു ചാൻസ് മാത്രമാണ് നിങ്ങൾക്ക് ഇത് പറയാനുള്ളത്. ഛേദമില്ലാത്ത എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരമാണ്. ഓരോ ദിവസവും ഓരോ കോഴ്സുകളായിരിക്കും നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളത്. അത് മനസ്സിലാക്കുക. ഈ 50 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഏകദേശം യൂട്യൂബിനെ പറ്റി ഒരു 85% ധാരണ ഉള്ള ഒരാളായിരിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു ഗ്രൂപ്പിന്റെ കാര്യം ഞാൻ പലരോടും എന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെടുമ്പോൾ ഞാൻ അറിയിച്ചിരുന്നു. അപ്പോൾ ഓൾറെഡി ഇപ്പൊ കുറച്ച് ആളുകൾ വന്നു. ഇനിയും നമ്മൾ ആളുകൾ ഫില്ലായി കഴിഞ്ഞാൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. 250 ആളുകൾ മാത്രമേ നമ്മൾ അഡ്മിഷൻ സ്വീകരിക്കുന്നുള്ളൂ. കാരണം ഒരുപാട് പേരാകുമ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ സംശയങ്ങളും കാര്യങ്ങളും എനിക്ക് കറക്റ്റായിട്ട് പറയാൻ ഒരു പക്ഷേ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ഉത്തരം പറയുന്ന ആൾ ചിലപ്പോൾ ഞാനാണെങ്കിലും മറുപടി ചോദിക്കുന്ന ആൾ നിങ്ങളാവുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരും. ഉത്തരങ്ങൾ ഒന്നേയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോ അത്തരത്തിലാകുമ്പോൾ ആളുകൾ കൂടേണ്ട എന്ന് കരുതിയാണ്. അത് കഴിഞ്ഞാൽ അടുത്ത 50 ദിവസം വീണ്ടും നമുക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ വിജയ പരാജയങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഇത് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. ആർക്കും ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പിച്ച വെച്ച് വരുന്ന യൂട്യൂബേഴ്സിന് വേണ്ടിയുള്ള ഒരു ഇതാണ്. ഒരുപക്ഷെ നമ്മളെ ഇവിടെ വരുമ്പോൾ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് നിങ്ങളെ എങ്ങനെ തമ്പനയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ക്യാപ്ഷൻ കൊടുക്കാം എന്നൊക്കെ ആയിരിക്കും. അപ്പൊ ഒരുപാട് അറിയുന്ന ഒരു വ്യക്തിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരു അക്ഷരമാല പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ വരുന്ന ഒരു ചിരിയുണ്ടല്ലോ, അതെല്ലാം അറിയുന്നവർക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് അറിയാത്തവർ ബന്ധപ്പെടുക എന്ന് പറഞ്ഞത്.
പ്രിയപ്പെട്ടവരെ, അപ്പൊ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു പോകാം. എന്താണ് നിങ്ങളുടെ ഷോർട്സ് 3 ദിവസം കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നത്? പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഫ്രീസ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കണ്ടന്റ് ഫ്രീസ് ആവുന്നത് എന്നുള്ളത്. അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറയുന്നത് നിങ്ങൾ റീയൂസർ ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല. എന്തുകൊണ്ടാണ് 3 ദിവസം കഴിഞ്ഞാൽ 500 ആയാലും 100K ആയാലും അത് അവിടെ സ്റ്റക്കായി നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പക്ഷെ നിങ്ങൾ 100K നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഹാപ്പി ആയി, 100K കിട്ടിയല്ലോ, ഇനിയിപ്പോ അതിന്റെ അങ്ങോട്ട് മേലേക്ക് പോകണമെന്നൊന്നുമില്ല എന്നുള്ള താല്പര്യം. പക്ഷെ മറ്റു പലരുടെയും വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അത് ഇപ്പോഴും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് അവരുടെ കണ്ടന്റ് വാല്യൂ, അതായത് റിപ്പീറ്റേഷൻ വാല്യൂ ഉള്ള കണ്ടന്റ് ആണ്. ഒന്നുകിൽ അവർ പക്ക കോമഡി എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ പറയാം നല്ല സുന്ദരികളായിട്ടുള്ള ഒരുവിധം ഇങ്ങനത്തെ കയറുന്ന ചാനലുകൾ ആരുടെയൊക്കെയെന്ന് ചോദിച്ചാൽ പക്ക എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കണ്ടന്റ് ഇടുന്നവരതായിരിക്കും. എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് എന്റർടൈൻമെന്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നല്ല കാണാൻ ഭംഗിയുള്ള കുറെ പെൺകുട്ടികൾ എന്ത് ചവറ് കൊടുന്നിട്ടാലും കയറിപ്പോകും. അപ്പൊ അവരുടെ അവരെ കാണാനുള്ള ആ ഒരു ത്വര, അവരെ വീണ്ടും വീണ്ടും കാണാനുള്ള ആ ഒരു ഇതാണ് അവരുടെ അങ്ങനത്തെ കണ്ടന്റുകൾ കയറി പോകുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ എക്സ്പോസ് ചെയ്യുന്ന വീഡിയോസ് ആണ് ഒന്ന്. അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, അത് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇനി മറ്റൊന്ന്, ഒരിക്കൽ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന ചില കണ്ടന്റുകൾ, ഇത്തരം കണ്ടന്റുകളൊക്കെ ഭയങ്കര വാലിഡ് ആയിരിക്കും. ഇത് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങളും ഇങ്ങനത്തെ കണ്ടന്റ് ഇട്ടാൻ കയറില്ല. ആളുകൾക്ക് ഉപകാരമുള്ളതായിരിക്കാം, ഒരുപക്ഷെ എക്സ്പോസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക എന്റർടൈൻമെന്റ് ചെയ്യുന്നതായിരിക്കാം, ഒരിക്കൽ കണ്ടാൽ വീണ്ടും കാണാൻ തോന്നുന്ന കണ്ടന്റും ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ കണ്ടന്റ് കയറുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ മെയിൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേപോലെ തന്നെ ആയിരിക്കണം ഷോർട്സും അപ്ലോഡ് ചെയ്യേണ്ടത്. പലരും ഒരു ക്യാപ്ഷൻ ഇട്ടതിന് ശേഷം ഒരു പക്ഷെ 1-2 ഹാഷ്ടാഗ് ഇട്ട് അത് അവസാനിച്ച് അങ്ങോട്ട് തള്ളുകയാണ്. അവർ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് വ്യൂസ് ഉണ്ടാവും, ഒരു പക്ഷെ 5000-10,000 വ്യൂസ് വരുമ്പോൾ, അല്ലെങ്കിൽ 100K എന്ന് തന്നെ കൂട്ടിക്കോളൂ. ഈ 100K 100K തന്നെ കിട്ടിയാലും അവർ ഹാപ്പിയാണ്. പക്ഷെ പിന്നീട് അവർ ചിന്തിക്കാത്ത ഒരു കാര്യം, ഇത് കയറി പോകുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? നിങ്ങളുടെ ഈ കണ്ടന്റ് സെർച്ചിങ് ബാറിൽ ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടാവുക. നിങ്ങൾ ഷോർട്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഷോർട്സ് ഇടുമ്പോൾ ഹാഷ്ടാഗ് വളരെ കുറച്ചിട്ടാൽ മതി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യൂട്യൂബ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പിന്നെ ടാഗ് ലൈൻ കൊടുക്കരുത് എന്ന് നിങ്ങളോട് ഒരിക്കലും, കീവേഡ്സുകൾ കൊടുക്കരുത് എന്ന് ഒരിക്കലും നിങ്ങളോട് യൂട്യൂബ് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ വീഡിയോസ് ഇടുമ്പോൾ ഇതിന്റെ ഓപ്ഷനൊക്കെ അവിടെ ഓൺ ആണ്. പക്ഷെ പലരും ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ കീവേഡ്സ് ഉപയോഗിച്ചാൽ മാത്രമേ, അതാണ് ഇവിടെ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്, കീവേഡ്സ് ഉപയോഗിക്കുക. നിങ്ങളുടെ വീഡിയോസുമായി സംബന്ധമുള്ള എല്ലാ കീവേഡ്സുകളും ഉപയോഗിക്കുക. അതാണ് നിങ്ങൾ ഒരു ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ വെളുത്തിട്ട് പാറാം എന്നുള്ള ആ ഒരു വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കീവേഡ്സ് വെളുത്തിട്ട് പാറാം എന്നുള്ള, നിങ്ങൾക്ക് വെളുക്കാൻ എന്നുള്ള, നിങ്ങൾക്കും ഒറ്റ ദിവസം കൊണ്ട് വെളുക്കണോ, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് വെളുക്കണോ, അല്ലെങ്കിൽ ഒറ്റ മണിക്കൂർ കൊണ്ട് വെളുക്കണോ, ഇങ്ങനെയുള്ള കീവേഡ്സുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. ഇത് നമ്മൾ മൊബൈൽ എടുത്തിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഷോർട്സ് ഓട്ടോമാറ്റിക്കലി അവിടെ വന്നു കിടക്കും. ആ ഷോർട്സ് ഞാൻ കണ്ടാൽ അതേ അനുപാതത്തിൽ തന്നെ, പഴയ അനുപാതത്തിൽ തന്നെ ×16 എന്ന കണക്കിൽ വീണ്ടും അതൊന്ന് സ്പ്രെഡ് ആവും. അതിൽ നിന്ന് ആരെങ്കിലും നോട്ടിഫിക്കേഷൻ വീണ്ടും പോവാണ്, അതിൽ നിന്നും ആളുകൾ കാണുമ്പോൾ വീണ്ടും പോവാണ്. അല്ലെങ്കിൽ ഈ കീവേഡ്സ് ഇല്ലാത്ത ഷോർട്സുകളുടെ അവസ്ഥയാണ് ഈ കാണുന്നതെല്ലാം. ജനങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാണാൻ പറ്റിയ ഒരു ഇൻഗ്രീഡിയൻസും നിങ്ങൾ അതിൽ ഇട്ടിട്ടില്ല, അതായത് കീവേഡ്സ് കൊടുത്തിട്ടില്ല, ഹാഷ്ടാഗ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഷോർട്സ് ഇടുമ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ ഒരു മിനിറ്റ് കൂടെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത്, ഈ കാര്യങ്ങളും കൂടെ, 1 മിനിറ്റ് ഒന്നും വേണ്ട ശരിക്കും പറയുകയാണെങ്കിൽ, എന്നാലും 1 മിനിറ്റും കൂടെ നിങ്ങൾ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൂടെ ചെയ്തു വെക്കുക. ഛേദമില്ലാത്തൊരു പണിയാണ് നിങ്ങൾക്ക്. അത് ചെയ്തു വെച്ചാൽ എന്താന്ന് വെച്ചാൽ പിന്നീട് പിൽക്കാലത്ത് ഒരുപാട് കാലം കഴിഞ്ഞാലും ഈ ഷോർട്സ് ഒക്കെ പുറകിൽ നിന്ന് ഇങ്ങനെ ഇളകി വീഡിയോസ്, അങ്ങനെയുള്ള ചാനലുകൾക്ക് മാത്രമേ ഗ്രോത്ത് ഉണ്ടാവൂ. എല്ലാ വീഡിയോസും ഇങ്ങനെ ഇളകി പതുക്കെ കയറുമ്പോഴാണ് എല്ലാ വീഡിയോസും, അല്ലെങ്കിൽ ഒരു ഹൈ വൈറൽ വീഡിയോസ് നിങ്ങളുടെ ചാനലിൽ വരണം. ഹൈ വൈറൽ വീഡിയോസ് വരുമ്പോൾ അതിന്റെ ചുറ്റുഭാഗത്തുള്ള വീഡിയോസ് ഒക്കെ പതുക്കെ ഇളകി തുടങ്ങും. അങ്ങനെ ഇളകണം എന്നുണ്ടെങ്കിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ചേർക്കണം, ആ വീഡിയോസ് നന്നായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ പറഞ്ഞ കാര്യം ഇത്ര തന്നെയാണ്. നിങ്ങൾ എങ്ങനെയാണോ മെയിൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അതേ രൂപത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഷോർട്ട് വീഡിയോസിലും ചേർക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. എൻബഡി വരെ ഓഫ് ചെയ്യാതെ പലരും
ഓഫ് ചെയ്യാതെ പലരും ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. എന്നിട്ട് ഇവര് ചെയ്യുന്നത് പല പല ഗ്രൂപ്പുകളിലൊക്കെ അങ്ങോട്ട് അയച്ചു കൊടുക്കും ചെയ്യും. ഷോർട്ട് വീഡിയോസ് വരെ ഷെയർ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഷെയർ കുറച്ച് ചെയ്യുന്നു, യൂട്യൂബും കുറച്ച് റെക്കമെൻഡ് ആയിട്ട് വിടുന്നു. അപ്പൊ യൂട്യൂബിന് അറിയാം യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് കാണുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത് കാണുന്നവരാണോ എന്നുള്ളത് യൂട്യൂബ് നോക്കും. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബിന്റെ റെക്കമെൻഡ് അവിടെ നിർത്തിവെക്കും. പകരം നിങ്ങളുടെ റെക്കമെൻഡ് ഇത്തരത്തിൽ വരുന്ന റെക്കമെൻഡുകൾ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളോട് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അധികം ഷെയർ ചെയ്യാതിരിക്കുക. ഫ്രണ്ട്സിന് വീഡിയോസ് കാണണോ, അവർ കാണും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. ആരെയും നിർബന്ധിച്ച് ഷെയർ ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത് നോർമലി പറയുന്ന അതേപോലെ തന്നെ വാച്ചിങ് അവർ ക്യാഷ് കൊടുത്ത് കയറ്റിയ ഒരു ചാനലിൽ ഒരിക്കലും ഒരു ഗ്രോത്തും ഉണ്ടാവില്ല. ഇവർ എന്ത് ഐഡിയ ഉപയോഗിച്ചിട്ടും കാര്യമില്ല. സബ്സ്ക്രൈബേഴ്സ് എരന്ന് വാങ്ങിയവരും തുറന്ന് വാങ്ങിയവരും ഭീഷണിപ്പെടുത്തി വാങ്ങിയവരും ഏത് രൂപത്തിൽ വാങ്ങിയവർക്കാണെന്നുണ്ടെങ്കിലും ഒരു ഗ്രോത്തും ഉണ്ടാവില്ല. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ തുടർച്ചയായി പറയാൻ കാരണമെന്നാൽ ഇന്നും ഈ നിമിഷവും ഈ പരിപാടി ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. അതുപോലെ യൂട്യൂബ് ടെക് വീഡിയോസ് പറയുന്നവരുണ്ട്. അവർ ഇപ്പൊ പഴയതിനേക്കാൾ എമൗണ്ട് ഒക്കെ കൂട്ടി 25,000 വാങ്ങിയിട്ട് ഒരാൾ എന്നെ വിളിച്ചിരുന്നു. നമുക്കൊന്നും പറയാൻ വയ്യ. ഞാൻ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും വീഡിയോസ് ഇട്ടു, പല പല പോലീസ് കംപ്ലൈന്റുകൾ കൊടുക്കാൻ നിൽക്കുന്നവരുണ്ട്, പല രൂപത്തിലുണ്ട്. പക്ഷെ എന്നിട്ടും നിങ്ങൾ ഇതിലേക്ക് പോയി ചാടിയെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ വയ്യ എന്ന് പറഞ്ഞത് അവിടെ അവസാനിച്ചു. പക്ഷെ ഇത് ചെയ്യുന്ന ചില ആളുകൾ, അതായത് പകൽ വെളിച്ചത്തിൽ വന്നിട്ട് നിങ്ങൾ ഇത്തരം പരിപാടികൾ ചെയ്യരുതെന്ന് പറയുകയും പിന്നീട് അത് ഉള്ളോട്ട് വലിഞ്ഞ് ഏതെങ്കിലും ഗ്രൂപ്പുകളിലൊക്കെ ആളുകളെ പതുക്കെ കിട്ടിയാൽ പാവപ്പെട്ട ആളുകളെ കൊണ്ട് പറ്റിക്കുന്ന ഇത് ചെയ്യുന്നവർ ഒന്ന് ആലോചിക്കുക. കേരള സമൂഹം ഇത് കാണുന്നുണ്ട് എന്ന് മാത്രം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിവിടെ കേരളത്തിലുള്ളവർ അരിഭക്ഷണം കഴിക്കുന്നവരാണ്. അവർക്ക് ഇതിനുള്ള വിവരവും ഉണ്ട്. നിങ്ങൾ ചെയ്യുന്നത് നല്ല പരിപാടിയാണോ എന്നുള്ളതൊക്കെ. ഓക്കെ, എന്ത് ടിപ്പ് തന്നെ പറഞ്ഞു കൊടുത്താലും ഇത്തരം പരിപാടികൾ കൊണ്ട് ഉപകാരമില്ല എന്ന് നിങ്ങൾ തന്നെ വീഡിയോസിൽ പറയുകയും പിന്നീട് അത് ചെയ്യുകയും ചെയ്യുമ്പോൾ അപ്പൊ ഇത് കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ പേരെടുത്തൊക്കെ പറഞ്ഞിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ അത് താല്പര്യപ്പെടാത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ അയാളെ നന്നാക്കാം, ഇത് ചെയ്യുന്നവനെ നന്നാക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യുന്നവനോട് മോനെ ഇത് ചെയ്യരുതേ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സാർ ഇത് ചെയ്യരുത് എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇത് എന്നെ പറ്റിക്കൂ സാർ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ വയ്യ. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം ഇല്ല എന്നുള്ളതാണ്. ഇതുകൊണ്ടുള്ള ഉപകാരം എന്ന് തന്നെ ഇതിലധികം പോയി പെടുന്നത് ലേഡീസ് ആണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ലേഡീസ് ഇതിൽ പോയി പെടുന്നത്? ഈഗോ. അവർക്ക് ഈഗോയാണ്. തന്റെ അയൽവാസിയോ തന്റെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പിന്നെ ഇതാണ്, എനിക്ക് എങ്ങനെയെങ്കിലും മോണിറ്റൈസേഷൻ ആവും. കയ്യിലെ വള ഊരി കൊടുത്താലും മാല ഊരി കൊടുത്താലും കുഴപ്പമില്ല, എനിക്ക് മോണിറ്റൈസേഷൻ ആക്കണം എങ്ങനെയും എന്നുള്ളത് രൂപത്തിലാണ് ഇവർ കൊണ്ടുപോയി പൈസ കൊടുക്കുന്നത് എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്നസെന്റ് ഒരു സിനിമയിൽ പറയുന്നുണ്ട്, യേശുദാസിനെ തോൽപ്പിച്ചല്ലോ അത് മതി എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അവർക്ക് മോണിറ്റൈസേഷന്റെ ആ ബട്ടൺ അവിടെ ഓൺ ആയി കിട്ടിയില്ല, അവർ അയൽവാസിയെയോ അവർ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ അവരുടെ കൂടെ വീഡിയോസ് ഇടുന്ന ആർക്കൊക്കെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. അത് കാണിച്ചു കഴിഞ്ഞു, അവർ കണ്ടു, ഹാപ്പിയായി. പിന്നീട് വീഡിയോസ് ഇപ്പൊ ഇതിന്റെ ആൾക്കാർ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ് ഈ മോണിറ്റൈസേഷൻ ഒരിക്കലും പോകില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് ഉറപ്പ് ബോട്ട് വഴി കയറ്റുന്നവരുണ്ടാവും, പല രൂപത്തിലും കയറ്റുന്നവരുണ്ടാവാം. പക്ഷേ ഇത് ഇങ്ങനെ കയറ്റിയിട്ട് പിന്നീട് തിരിയിട്ട് കത്തിക്കാൻ നിങ്ങൾക്ക് എന്തിനാണ് ഒരു ചാനല്, എന്തിനാണ് പൈസ? എന്താണ് അതിൽ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്ന അറിയില്ല. നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ വന്നിട്ട് പലരും കമന്റ് ഇടുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് അതുകൊണ്ട് എന്താ പ്രശ്നം? പൈസ ഞങ്ങളുടേതല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിൽ വറീഡാവുന്നത്? പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്? പല രൂപത്തിലും അങ്ങനെ വീഡിയോസ് കയറില്ല എന്ന് ആര് പറഞ്ഞു? തെറ്റാണ് എന്നൊക്കെ. പക്ഷെ ഇത് ചെയ്യുന്നവനക്ക് വ്യക്തമായിട്ട് അറിയാം ഇതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്താണെന്നുള്ളതൊക്കെ. പക്ഷെ ഓക്കെ, അവരുടെ അരിപ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ പോലും ഇത്തരം അരികളൊക്കെ മക്കൾക്ക് മേടിച്ചു കൊടുക്കണോ, അതുകൊണ്ട് ഭക്ഷണം കൊടുക്കണോ എന്നുള്ളത് ഇനി അവരാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, ഒന്നിനും കാലം മറുപടി പറയാതെ പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഞാൻ പറയുന്നവരൊക്കെ, ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ പച്ച മലയാളത്തിൽ പിന്നീട് വന്ന് പറഞ്ഞു, ഇനി വാച്ചിങ് അവർ കയറ്റാൻ പാടില്ല, ഇനി ചെയ്യാൻ പാടില്ല എന്നൊക്കെ. ഓക്കെ, ഇനി ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമൊന്നുമില്ല. നിങ്ങൾ ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ ഷോർട്സിന്റെ കാര്യം എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ കാര്യങ്ങൾ നിങ്ങൾ മെയിൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് പോലെ ഷോർട്സും ഇനി മുതൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങുക. ചെയ്യാത്തവർ ഓക്കെ, പലരും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും. അവരുടെ വീഡിയോസ് ഒക്കെ പിന്നീട് ഇതുപോലെ സ്റ്റക്ക് ആവാതെ നിൽക്കുന്നവരുമായിരിക്കാം അധിക പേരും. അപ്പൊ ഈ ഇത്തരം കാര്യങ്ങൾ പുതിയ യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മളെ വിളിക്കുന്നവർ പലരും പറയുന്ന കംപ്ലൈന്റ് ആണ് ഇതിന്റെ പ്രധാന ഒരു കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങളുടെ
റിപ്പീറ്റേഷൻ വാല്യൂ ഇല്ലാത്തതും രണ്ടാമത് കീവേഡ്സ് കൊടുക്കാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ അത് വ്യക്തമായി തിരിച്ചറിയുക എന്നുള്ളതാണ്. പിന്നെ ഈ വാച്ചിങ് അവർ കയറ്റുന്നതിനെ കുറിച്ചും സബ് ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങുന്നതിനെ കുറിച്ചും എല്ലാ വീഡിയോസിലും പലരും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇത്തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 4 ടിപ്സ് ഇങ്ങോട്ട് പറഞ്ഞു തന്ന് 5ാമത്തെ ടിപ്സ് ഇത് ചെയ്തു നോക്കൂ എന്നായിരിക്കും. തിരിച്ചറിയുക ഇത്തരം കള്ളമുഖങ്ങളെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിനും നിങ്ങൾക്കും ഉപകാരമുള്ള വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.